ഹലോ മക്കളെ, നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ ഇന്ന് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. ആദ്യം വായിക്കാം, എഴുതാം. 2 പാരഗ്രാഫ് തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പാരഗ്രാഫ് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യകാലത്ത് ഗ്രീസിലെ ഒളിമ്പിയ മൈതാനത്തിൽ വെച്ചായിരുന്നു ഈ മഹാമഹം നടത്തിപ്പോന്നത്. ഒളിമ്പിക്സ് എന്ന പേര് തന്നെ അങ്ങനെ വന്നതാണ്. ആ സ്മരണ നിലനിർത്താൻ ഒളിമ്പിയയിലെ ഒളിമ്പിക് ജ്വാലയിൽ നിന്ന് കൊളുത്തിയ ദീപശിഖ ഓട്ടക്കാർ മാറി മാറി ഏറ്റെടുത്ത് ഒളിമ്പിക്സ് നഗരത്തിലെത്തിക്കുന്ന ഒരാചാരം 1936 മുതൽക്ക് ആരംഭിച്ചു. 1972 ഒളിമ്പിക്സിൽ 5976 ഓട്ടക്കാർ ദീപശിഖ വഹിച്ചുകൊണ്ടുള്ള ഓട്ടത്തിൽ പങ്കെടുത്തു. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ, ഇതാണ് ഒളിമ്പിക് മുദ്രാവാക്യം. 4 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഓരോ മത്സരത്തിലും പല ഇനങ്ങളിലും പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കപ്പെടുന്നു. അതിനാൽ കായികമായ കഴിവിലും മനുഷ്യവർഗം മുന്നേറുകയാണെന്ന് നമുക്ക് സന്തോഷിക്കാം. മക്കൾ, ഇത്രയാണ് പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. ഇനി തുടർന്ന് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന്. ആദ്യത്തെ ചോദ്യം, ഗ്രീസിലെ ഒളിമ്പിയ മൈതാനത്തിൽ വെച്ചായിരുന്നു ഈ മഹാമഹം നടത്തിപ്പോന്നത്. മഹാമഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ദീപശിഖ, റെക്കോർഡുകൾ, ഒളിമ്പിക്സ്, ഒളിമ്പിക് ജ്വാല. നമ്മൾ ആ പാരഗ്രാഫിൻ്റെ ആദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യകാലത്ത് ഗ്രീസിലെ ഒളിമ്പിയ മൈതാനത്തിൽ വെച്ചായിരുന്നു ഈ മഹാമഹം നടത്തിപ്പോന്നത്. ഒളിമ്പിക്സ് എന്ന പേര് തന്നെ അങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, ഒളിമ്പിക്സ് എന്നതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, കായികമായ കഴിവിലും മനുഷ്യവർഗം മുന്നേറുകയാണ്. ഈ പ്രസ്താവനയോട് ഏറ്റവും യോജിക്കുന്ന ആശയം ഏതാണ്? അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്: മനുഷ്യവർഗം കായിക രംഗത്ത് മാത്രം മുന്നേറുന്നു, മനുഷ്യവർഗം എല്ലാ രംഗത്തും മുന്നേറുന്നു, മനുഷ്യവർഗം മുന്നേറുന്നതേയില്ല, മനുഷ്യവർഗം കായിക രംഗത്ത് ഒഴികെ മുന്നേറുന്നു. ഇത്രയും ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയായ ഉത്തരം? അതെ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മനുഷ്യവർഗം എല്ലാ രംഗത്തും മുന്നേറുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യമായി പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നുള്ളതാണ്. അതിലെ ചോദ്യം ഓപ്ഷൻ നമ്പർ: ശക്തി, വേഗം, ഉയരം. ഉയരം, ശക്തി, വേഗം. വേഗം, ശക്തി, ഉയരം. വേഗം, ഉയരം, ശക്തി. ഈ 4 ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പാരഗ്രാഫിലെ രണ്ടാമത്തെ പാരഗ്രാഫ് തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ. ഇതാണ് ഒളിമ്പിക് മുദ്രാവാക്യം. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി, വേഗം, ഉയരം, ശക്തി. അതാണ് ശരിയായ ഉത്തരം. മനസ്സിലായില്ലേ? ഓപ്ഷൻ ഡി ആണ് വേഗം, ഉയരം, ശക്തി എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 1972 ഒളിമ്പിക്സിൽ 5976 പേർ 1976 ഓട്ടക്കാർ ദീപശിഖ വഹിച്ചുകൊണ്ടുള്ള ഓട്ടത്തിൽ പങ്കെടുത്തത് എങ്ങനെയാണ്? മനസ്സിലായി? 1972 ഒളിമ്പിക്സിലെ ഓട്ടക്കാർ ദീപശിഖ വഹിച്ചുകൊണ്ടുള്ള ഓട്ടത്തിൽ പങ്കെടുത്തത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അതെന്താണ് അതിൻ്റെ ഉത്തരം വരുന്നത്? അതിൻ്റെ ഓപ്ഷൻസ് ഉള്ളത്: എ 2-3 പേർ ചേർന്ന്, ബി ഒരുമിച്ച് ചേർന്ന്, സി മാറി മാറി ഏറ്റെടുത്ത്, ഡി ചെറു സംഘങ്ങളായി. അതിൻ്റെ ഉത്തരം ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെയുണ്ട്. ഓട്ടക്കാർ മാറി മാറി ഒളിമ്പിക് ജ്വാലയിൽ നിന്ന് കൊളുത്തിയ ദീപശിഖ ഓട്ടക്കാർ മാറി മാറി ഏറ്റെടുത്ത് എന്നാണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം, മാറി മാറി ഏറ്റെടുത്ത്. അടുത്ത ചോദ്യം, കളി അനുഭവം. ബാല്യകാല സുഹൃത്തുക്കളോടും സഹപാഠികളോടും ചേർന്ന് പല വിധത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണല്ലോ നിങ്ങൾ. അവധിക്കാലത്ത് ആഹ്ലാദ തിമിർപ്പോടെ കളിച്ച ഏതെങ്കിലും ഒരു കളി അനുഭവം ചുരുക്കി എഴുതുക. മനസ്സിലായില്ലേ ചോദ്യം? ബാല്യകാല സുഹൃത്തുക്കളോടും സഹപാഠികളോടും ചേർന്ന് പല വിധത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണല്ലോ നിങ്ങൾ.
അവധിക്കാലത്ത് ആഹ്ലാദ തിമിർപ്പോടെ കളിച്ച ഏതെങ്കിലും ഒരു കളി അനുഭവം ചുരുക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് മക്കളെ, നിങ്ങൾ ഏതെങ്കിലും കളിച്ചൊരു കളി അനുഭവം ഉണ്ടല്ലോ, എന്തെങ്കിലും കളി, ഫുട്ബോൾ കളിയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയോ അല്ലെങ്കിൽ കള്ളനും പോലീസും കളി, അങ്ങനെ എന്തെല്ലാം കളികളുണ്ട്. അപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു കളി അനുഭവത്തെക്കുറിച്ച് ആ ഒരു അനുഭവം ചുരുക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടണം. ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. ഈ നിബന്ധനകൾ ടോമോയിലെ കായികമേളയിലെ ഏത് മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് വടംവലി, മീൻവായിലോട്ടം, റിലേ ഓട്ടം, മൂന്നുകാലിലോട്ടം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി, റിലേ ഓട്ടമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു പക്ഷേ ആർക്കറിയാം, തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചതാവാം ടോമോ ശൈലിയിലുള്ള പ്രത്യേക ഇനങ്ങൾ. ഈ സംശയം ശരിയാണെങ്കിൽ എന്തിനു വേണ്ടിയാകാം മാസ്റ്റർ അങ്ങനെ ചെയ്തത്? അതിൻ്റെ ചോയ്സ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസ്: എ, മറ്റു കുട്ടികളെ സന്തോഷിപ്പിക്കാൻ; ബി, ചിലരെയൊക്കെ സന്തോഷിപ്പിക്കാൻ; സി, തകാഹാഷിയുടെ ആത്മവിശ്വാസം കൂട്ടാൻ; ഡി, ടോട്ടോ-ചാനെ മത്സരിപ്പിക്കാൻ. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. തകാഹാഷിയുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ ഇങ്ങനത്തെ ടോമോ ശൈലിയിലുള്ള പ്രത്യേക ഇനങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ മക്കളെ, അടുത്ത ചോദ്യം വരുന്നത് ചുവടെ കൊടുത്ത 3A, 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു മാത്രം ഉത്തരമെഴുതുക. ആദ്യത്തേത് ഡയറിയാണ്. ഡയറി ഇങ്ങനെയാണ്: മുറ്റത്ത് ആട്ടിൻകുട്ടികളോടൊപ്പം ആർത്തുല്ലസിച്ച് ഓടിക്കളിക്കുകയായിരുന്നു ദിയ. ദിയ, ഇവിടെ വന്നേ, ഈ പാത്രങ്ങൾ കഴുകി വെക്ക്, അമ്മ വിളിച്ചു. അമ്മയെ സഹായിച്ച് വെളിയിൽ വന്ന് അവൾ പേരമരത്തിൻ്റെ ശിഖിരങ്ങളിൽ ചവിട്ടിക്കയറി. ആ കിളിമുട്ടകൾ വിരിഞ്ഞോ ആവോ? ദിയ, നീ ദീപുവിൻ്റെ യൂണിഫോം കഴുകിയിട്ടോ? അമ്മ വീണ്ടും വിളിച്ചു. ഈ അമ്മ ഇങ്ങനെ തന്നെ, അവനോട് പറഞ്ഞാൽ എന്താ? അന്നു രാത്രി ദിയ എഴുതാനിടയുള്ള ഡയറി സങ്കല്പിച്ചെഴുതുക. ഇതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ആദ്യം ദിയ കൂട്ടുകാരോടൊപ്പം ആർത്തുല്ലസിച്ച് ഓടിക്കളിക്കുമ്പോഴാണ് അമ്മ വിളിച്ച് പറഞ്ഞത് പാത്രം കഴുകി വെക്കാൻ പറഞ്ഞു. ആ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും പേരമരത്തിൻ്റെ കൊമ്പത്ത് ഒരു കിളിക്കൂടുണ്ട്. ആ കിളിക്കൂട്ടിലെ മുട്ട വിരിഞ്ഞോ എന്ന് നോക്കാൻ പോയപ്പോൾ അമ്മ വീണ്ടും വിളിച്ചു. ദീപുവിൻ്റെ യൂണിഫോം കഴുകിയിട്ടോ എന്ന് ചോദിച്ച് അമ്മ വീണ്ടും വിളിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ദിയ എഴുതാൻ ഇടയുള്ള ഡയറി എന്തായിരിക്കുമെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? ഡയറി എഴുതുമ്പോൾ ആദ്യം തീയതി എഴുതണം, അതിനുശേഷം ഏത് ദിവസമാണെന്നുള്ള ദിവസത്തിൻ്റെ പേര് എഴുതണം. ദിയയുടെ അന്ന് നടന്ന അനുഭവങ്ങളെല്ലാം ഒരു ഡയറി പോലെ എഴുതുന്നത്. മനസ്സിലായില്ലേ? അന്ന് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അമ്മ എന്നെ വിളിച്ചു. ഞാൻ ചെന്ന് പാത്രങ്ങളൊക്കെ കഴുകാൻ സഹായിച്ചു. അതിനുശേഷം ഞാൻ പോയി പേരമരത്തിൻ്റെ കൊമ്പിൽ കിളി മുട്ടയിട്ടിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അമ്മ എന്നെ വീണ്ടും വിളിച്ചു. ഇത് അവനോട് പറഞ്ഞാൽ എന്താ, അനിയനോട് പറഞ്ഞാൽ എന്താ, ദീപുവിനോട് പറഞ്ഞാൽ എന്താ എന്നൊന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ടൊരു ഡയറിയിൽ എഴുതുക. അത്രയാണ് അതിനകത്ത് വരുന്നത്. അടുത്ത ചോദ്യമാണ് കുറിപ്പ്. കളിയല്ല കളി എന്ന യൂണിറ്റിലെ വിവിധ പാഠങ്ങളിലൂടെ പലവിധ കളികൾ പരിചയപ്പെടുകയും കളിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ക്ലാസ്സിൽ തയ്യാറാക്കുന്ന കളിപ്പതിപ്പിലേക്ക് ഏതെങ്കിലും ഒരു കളിയുടെ കളി നിയമങ്ങളും കളി രീതികളും ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ നമ്മൾ കളിച്ചിട്ടുള്ളൊരു കളിയെക്കുറിച്ച്, ആ കളിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കള്ളനും പോലീസും കളി അല്ലെങ്കിൽ ഒളിച്ചു കളി, ഏത് കളിയാണെങ്കിലും ആ കളിയിൽ എത്ര പേരുണ്ട്, ആ കളിയുടെ നിയമങ്ങൾ എങ്ങനെയാണ്, ഒരാൾ കണ്ണ് പൊത്തി ഇപ്പോൾ ഒളിച്ചു കളിയാണെങ്കിൽ ഒരാൾ കണ്ണ് പൊത്തി എണ്ണുമ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും ഒളിച്ചിരിക്കും. അതിനുശേഷം എണ്ണുന്ന ആൾ എണ്ണിക്കഴിഞ്ഞതിന് ശേഷം ഒളിച്ചിരിക്കുന്ന ആളുകളെ കണ്ടെത്തണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കളിയിൽ എന്തെല്ലാം നിയമങ്ങളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്ത 4A, 4B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു മാത്രം ഉത്തരം എഴുതുക. ആദ്യത്തേതൊരു കഥാരചനയാണ്. കുട്ടികൾ ഓടിക്കളിക്കുന്ന മൈതാന വക്കിലായി ഒറ്റയ്ക്കിരുന്ന് കരയുന്നൊരു കുട്ടി. എങ്ങനെ കളിക്കുവാൻ, ആരെന്നെ കൂട്ടുവാൻ? ഈ കൊച്ചു കുട്ടിയെ എന്താവും മറ്റുള്ളവർ ഒപ്പം കളിക്കാൻ കൂട്ടാത്തത്? കുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി കഥ എഴുതുക. മനസ്സിലായോ? കുട്ടിയുടെ ചോദ്യങ്ങളാണ്. ഒരു മൈതാനത്ത് കുറേ കുട്ടികൾ കളിക്കുന്നു, ഒരു കുട്ടി മാത്രം ഒറ്റയ്ക്കിരിക്കുന്നു. ആ കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്നെ ആരാണ് കളിക്കാൻ കൂട്ടുന്നത്, എങ്ങനെയാണ് കളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. ഈ കുട്ടിയെ
കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു കഥ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെങ്ങനെയാണ് ആ കഥ എഴുതേണ്ടത്? ആ കുട്ടിക്ക് നമ്മളൊരു പേര് കണ്ടെത്തണം. ഉദാഹരണത്തിന് ഉണ്ണിക്കുട്ടൻ എന്നൊരു പേരിടാം. ഉണ്ണിക്കുട്ടൻ മൈതാനത്തിൻ്റെ വക്കിലിരുന്ന് കരയുന്നു. എന്തുകൊണ്ടായിരിക്കാം ഉണ്ണിക്കുട്ടനെ കളിക്കാൻ കൂട്ടാതിരുന്നത്? ഒരുപക്ഷെ അവൻ ചെറിയ കുട്ടിയായതുകൊണ്ട് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുകയാണ്, മറ്റുള്ള കുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ഉണ്ണിക്കുട്ടനെയും കളിക്കാൻ കൂട്ടിക്കഴിഞ്ഞാൽ ഫുട്ബോൾ അവൻ്റെ ശരീരത്തിൽ കൊണ്ടാലോ അവനെ മുറിവേറ്റാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് ഓർത്തായിരിക്കാം ചിലപ്പോൾ മറ്റുള്ള കുട്ടികൾ ഉണ്ണിക്കുട്ടനെ കളിക്കാൻ കൂട്ടാത്തത്. അങ്ങനെയുള്ള കഥകൾ എഴുതിയിട്ട് അതിൻ്റെ അവസാനം കുട്ടികൾ വന്ന് ഉണ്ണിക്കുട്ടനോട് കരയല്ലേ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് അവരും ഉണ്ണിക്കുട്ടനെ അവരുടെ കൂടെ കളിക്കാൻ കൂട്ടി എന്ന രീതിയിൽ കഥ അവസാനിപ്പിക്കണം. മനസ്സിലായില്ലേ? അടുത്ത ചോദ്യമാണ് വായനാക്കുറിപ്പ്. അവധിക്കാലത്തും വായനാപക്ഷാചരണവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ നിരവധി കഥകളും കവിതകളുമൊക്കെ വായിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ പുസ്തകത്തെയോ രചനയെയോ കുറിച്ച് വായനാക്കുറിപ്പ് എഴുതുക. മക്കളെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ലേ? ആ പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോവലോ കഥയോ എന്തുമാവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കഥയെക്കുറിച്ച് അല്ലെങ്കിൽ നോവലിനെ കുറിച്ചൊരു വായനാക്കുറിപ്പ് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആടിൽ കൂടുതലും മനുഷ്യേതര കഥാപാത്രങ്ങളാണ് അതിൻ്റെ അകത്ത് പ്രധാന മനുഷ്യേതര കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലാത്ത കഥാപാത്രം. അതായത് ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമ്മ വളർത്തുന്ന ഒരു ആടിനെ കേന്ദ്രീകരിച്ചാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കഥയെക്കുറിച്ചൊക്കെ എഴുതുമ്പോൾ ആടിനെ കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ആട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ കഥയിൽ ഒരുപാട് വ്യാകരണങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ മക്കളെ, നിങ്ങൾ വായിച്ചിട്ടുള്ള കഥ ഏതാണോ ആ കഥയെക്കുറിച്ചൊരു വായനാക്കുറിപ്പ് എഴുതുക. അടുത്ത ചോദ്യം, നോട്ടീസ്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ പഠന യാത്ര പോകുന്നു. 2025 ആഗസ്റ്റ് 25 രാവിലെ 8 മണിക്ക് യാത്ര ആരംഭിക്കും. പ്രദേശത്തെ സാഹിത്യ പ്രാധാന്യമുള്ള വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണ് ലക്ഷ്യം. വിദ്യാരംഗം കൺവീനർ യാത്ര നയിക്കും. രക്ഷിതാക്കളെയും പൊതുജനങ്ങളെയും ഈ വിവരം അറിയിക്കാൻ ഒരു നോട്ടീസ് തയ്യാറാക്കുക. മക്കളെ, നമ്മൾ ആദ്യം നോട്ടീസ് തയ്യാറാക്കി പഠിച്ചിട്ടില്ലേ? ആദ്യം ഒരു കോളം വരക്കണം. ആ കോളത്തിൽ നോട്ടീസ് തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ എഴുതണം? ആദ്യം ഒരു ഹെഡിങ്. എന്താണ് ഹെഡിങ് കൊടുക്കേണ്ടത്? സാഹിത്യ പഠന യാത്ര എന്നൊരു ഹെഡിങ് കൊടുക്കണം. തീയതി 2025 ഓഗസ്റ്റ് 25. സമയം രാവിലെ 8 മണിക്ക്. സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ സാഹിത്യ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിദ്യാരംഗം കൺവീനറാണ് യാത്ര നയിക്കുന്നത്. ഇങ്ങനെ ഇത് ഉൾപ്പെടുത്തിയിട്ട് വേണം ഒരു നോട്ടീസ് തയ്യാറാക്കാനായിട്ട്. അടുത്ത ചോദ്യം താരതമ്യക്കുറിപ്പാണ്. കാട്ടിലെ കളികൾ എന്ന പാഠഭാഗത്ത് കുട്ടികളുടെ വിവിധ കളികൾ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ടോമോയിലെ കായികമേള എന്ന പാഠഭാഗത്തിൽ വ്യത്യസ്തമായ ചില കളികളാണ് കണ്ടത്. രണ്ടിനും 2 ലക്ഷ്യങ്ങളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? 2 പാഠസന്ദർഭങ്ങളെയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് മക്കളെ, കാട്ടിലെ കളികളും ടോമോയിലെ കായികമേളയിലും 2 രീതിയിലുള്ള കളികളായിരുന്നല്ലോ. കാട്ടിലെ കളികൾ കണ്ണനും കൂട്ടുകാരുമൊത്ത് കാട്ടിൽ പോയി എന്തൊക്കെ കളികളാണ് കളിച്ചത്? വാനരന്മാരുടെ വാലിൽ പിടിച്ചും, കുയിലുകൾ പാടുമ്പോൾ അവർക്കൊപ്പം പാടിയും, മയിലുകൾ നൃത്തം ചെയ്യുമ്പോൾ അവർക്കൊപ്പം നൃത്തം ചെയ്തുമൊക്കെയാണ് കാട്ടിലെ കളികളിൽ കണ്ണനും കൂട്ടുകാരും കളിച്ചത്. എന്നാൽ ടോമോയിലെ കായികമേളയിൽ എങ്ങനെയായിരുന്നു? മീൻവായിലോട്ടം, റിലേ ഓട്ടം, 3 കാലിലോട്ടം ഇവയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇത് രണ്ടും താരതമ്യപ്പെടുത്തി 2 രീതിയിലാണല്ലോ കളികൾ. ഒന്ന് സാധാരണ കാട്ടിൽ നടക്കുന്ന കളികൾ, വാനരന്മാരുടെ വാലിൽ, അതായത് കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചുള്ള കളിയും, കുയിലുകൾ കൂകുമ്പോൾ അവർക്കെതിരെ കൂകിയും, മയിലുകൾ നൃത്തം ചെയ്യുമ്പോൾ അവരുടെ കൂടെ നൃത്തം ചെയ്തും, അതുപോലെ തന്നെ നിഴലുകൾക്കൊപ്പം കളിച്ചുമൊക്കെയാണ് കാട്ടിലെ കളികളിൽ. അതേസമയം ടോമോയിലെ കായികമേളയിൽ മാസ്റ്റർ പറയുന്ന രീതിയിൽ, മാസ്റ്ററാണ് എൻ്റെ കളി നിയമങ്ങൾ തയ്യാറാക്കിയത്. മാസ്റ്റർ പറയുന്ന രീതിയിലുള്ള റിലേ ഓട്ടവും അതുപോലെ മീൻവായിലോട്ടവും 3 കാലിലോട്ടവും ഒക്കെയായിരുന്നു അതിലുണ്ടായത്. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നത്.